കോമഡി താരമായി വില്ലൻ വേഷത്തിലും സ്വഭാവ നടനായുമൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കലാഭവൻ ഷാജോൺ. ഇപ്പോഴിതാ അച്ഛൻ്റെ വഴിയെ മകനും സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ്. തിയേറ്ററുകളിലെത്താനൊരുങ്ങുന്ന സമാധാന പുസ്തകം എന്ന സിനിമയിലൂടെയാണ് ഷാജോണിന്റെ മകൻ യോഹാന്റെ സിനിമ അരങ്ങേറ്റം. കാഴ്ചയിൽ മാത്രമല്ല കഴിവിലും സരസമായ സംസാരം കൊണ്ടുമൊക്കെ ഷാജോണിനെ പോലെ തന്നെയാണ് മകൻ യോഹാനും. ഇരുവരും ഒരുമിച്ചുള്ള നിരവധി ഇൻസ്റ്റഗ്രാം റീലുകളും വൈറലായി മാറിയിട്ടുണ്ട്. അന്നു മുതൽ ഷാജോണിന്റെ ആരാധകർ യോഹാന്റെ സിനിമാ പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ അച്ഛനും മകനും ആദ്യമായി ഒരു അഭിമുഖത്തിലെത്തി പുതിയ സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഇതിനോടകം തന്നെ ഈ അഭിമുഖം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഷാജോണിന്റെ മകൻ എന്ന പേരിൽ എവിടെയും സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നാണ് അഭിമുഖത്തിൽ യോഹാൻ പറയുന്നത്. അഭിനയത്തിന് മുൻപ് പ്രിപ്പറേഷൻ നടത്തുന്ന കൂട്ടത്തിലാണ് യോഹാൻ എന്ന് ഷാജോണും പറയുന്നു. മകനെ കാണാൻ തന്നെ പോലെ എന്നത് ഒരുപാട് സന്തോഷമാണെന്നും പണ്ട് മുതൽ തന്നെ ഫോട്ടോകൾ കാണുമ്പോൾ എല്ലാവരും പറയാറുള്ള കാര്യമാണതെന്നും ഷാജോൺ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. തന്റെയും മകന്റെയും കണ്ണുകളാണ് ഒരുപോലെ എന്നാണ് കൂടുതലും ആളുകൾ പറയാറുള്ളത്. അഭിനയത്തിലേക്ക് മക്കളും വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അതിനായി അവരെ പ്രഷർ ചെയ്തിട്ടില്ല എന്നും യോഹാന് ഇഷ്ടമുള്ള മേഖലയാണ് അഭിനയമെന്നും ഒരു ദിവസം പോലും മകന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ താൻ പോയിട്ടില്ല എന്നും ഷാജോൺ പറയുന്നുണ്ട്. തന്റെ സാമീപ്യം കാരണം മകന് ബുദ്ധിമുട്ടുകൾ വരേണ്ടെന്ന് കരുതിയാണ് ലൊക്കേഷനിലേക്ക് പോകാതിരുന്നതെന്നും പിന്നെ സമാധാന പുസ്തകം സിനിമയുടെ സംവിധായകനെ വർഷങ്ങളായി തനിക്ക് പരിചയമുണ്ടെന്നും ഷാജോൺ പറയുന്നു. ചിത്രത്തിലേക്ക് ആദ്യം തന്നെയായിരുന്നു വിളിച്ചത്. കഥയും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മകൻ എന്തെങ്കിലും ഒരു അവസരം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതെന്നും മാത്രമല്ല ഓഡീഷൻ ചെയ്തിട്ട് മാത്രമേ മകനെ എടുത്താൽ മതിയെന്ന് പറഞ്ഞിരുന്നുവെന്നും ഷാജോൺ വ്യക്തമാക്കുന്നു. ഓഡീഷനിലൂടെ തന്നെയാണ് യോഹാനെ തിരഞ്ഞെടുത്തതെന്നും യോഹാൻ ഒരു മെയിൻ റോൾ തന്നെയാണ് ചിത്രത്തിൽ ചെയ്യുന്നതെന്നും ഷാജോൺ കൂട്ടിച്ചേർത്തു. ഭാര്യയാണ് യോഹാൻ അഭിനയിക്കുമ്പോൾ ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തതെന്നും മകനെ വിശ്വാസമാണെന്നും കാരണം സീൻ ചെയ്യുന്നതിന് മുൻപ് വീട്ടിൽ വന്ന് പ്രിപ്പറേഷനൊക്കെ നടത്തുന്നുണ്ടെന്നും ഷാജോൺ പറയുന്നു. സിനിമയെപ്പറ്റി യോഹാനും അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. മറ്റാരെയും അനുകരിക്കാതെ നീ നിന്റെ സ്റ്റൈലിൽ അഭിനയിക്കൂ എന്നാണ് അപ്പ ഉപദേശിച്ചതെന്നാണ് യോഹാൻ പറയുന്നത്. അതുപോലെ ഷാജോണിന്റെ മകൻ എന്ന പേരിൽ എവിടെയും സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നത് തനിക്ക് ഇഷ്ടമല്ല, ഫ്രണ്ട്സ് പോലും അത്തരത്തിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നാണ് യോഹാൻ വ്യക്തമാക്കുന്നത്. അപ്പ സെറ്റിൽ വന്നാൽ എന്തെങ്കിലും അഡ്വൈസ് തരുമെന്നും അതുകൊണ്ടാണ് അപ്പ വരാതിരുന്നതെന്നും യോഹാൻ പറയുന്നുണ്ട്. അതേസമയം ക്യാമറയെ അധികം പേടിയില്ല എന്നും പലപ്പോഴും ക്യാമറ ഉണ്ടെന്നത് പോലും മറന്നുവെന്നും യോഹാൻ പറയുന്നു. അതേസമയം അച്ഛൻ ഷാജോൺ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നും സ്ട്രിക്റ്റ് ആകേണ്ട സമയത്ത് സ്ട്രിക്റ്റ് ആകും, അമ്മയാണ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് എന്നും ഒന്നിന്റെ പേരിലും പിടിച്ചു വെക്കുന്നയാളല്ല അപ്പയെന്നും യോഹാൻ പറയുന്നുണ്ട്. അതേസമയം കലാഭവൻ മണിയുടെ ഡ്യൂപ്പായ് സിനിമയിലെത്തി കൊമേഡിയനായും സഹനടനായും വില്ലനായും ഒക്കെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന പ്രതിഭയാണെന്ന് കലാഭവൻ ഷാജോൺ. തിളക്കം, സദാനന്ദന്റെ സമയം, CID മൂസ, റൺവേ, രസികൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധ നേടി. എന്നാൽ ദൃശ്യം സിനിമയിലെ വേഷത്തിലൂടെ തന്റെ കരിയർ തന്നെ മാറിമറിഞ്ഞു. ദൃശ്യം എന്ന സിനിമയിലെ അഭിനയത്തിന് ഷാജോണിന് സംസ്ഥാന പുരസ്കാരവും മറ്റ് ഫിലിംഫെയർ പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.